والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബ് കിതാബ് സ്വലാത്തിൽ 5 വക്ത് നിസ്കാരത്തിന്റെ പ്രാധാന്യവും അത് കാത്തു സൂക്ഷിക്കുന്നതിന്റെ ഗൗരവമെല്ലാം ഓർമ്മപ്പെടുത്തുന്ന ഹദീസുകളിൽ അടുത്തത് وعن أبي عثمان رضي الله عنه قال كنت مع سلمان رضي الله عنه تحت شجرة. അബൂ ഉസ്മാൻ എന്ന വ്യക്തി പറയുകയാണ്, ഞാൻ ഒരിക്കൽ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനോടൊപ്പമായിരുന്നു ഒരു വൃക്ഷത്തിന്റെ താഴെയായിട്ട്. فأخذ غصنا منها يابسا فهزه. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു ആ മരത്തിന്റെ ഒരു ഉണങ്ങിയ കൊമ്പ് പിടിച്ചുകൊണ്ട് അത് പിടിച്ചു കുലുക്കി. ഹത്താ തഹാത്ത വറഖുഹു, അതിലുള്ള ഇലകളെല്ലാം വീഴുന്നത് വരെ അതൊന്ന് പിടിച്ചു കുലുക്കി. ثم قال, എന്നിട്ട് പറഞ്ഞു, യാ അബൂ ഉസ്മാൻ അലാ തസ്അൽനി ലിമ അഫ്അലു ഹാദാ, നീ എന്നോട് ചോദിക്കുന്നില്ലേ ഞാൻ എന്തിനാണ് ഇതിങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നില്ലേ? ഖുൽതു വലിമ തഫ്അലുഹു, അപ്പോ അബൂ ഉസ്മാൻ പറയാണ്, ഞാൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത്? ഖാല ഹാകദാ ഫഅല ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഞാനുള്ള സമയത്ത് റസൂലുള്ളാഹി ഒരിക്കൽ ചെയ്തത്. വഅന മഅഹു തഹ്ത അഷ്ശജറ, ഞാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലായിരിക്കുമ്പോൾ ഫഅഖദ മിൻഹാ ഗുസ്നൻ യാബിസൻ ഫഹസ്സഹു, അതിൽ ഒരു ഉണങ്ങിയ കൊമ്പെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിടിച്ചു കുലുക്കി. ഹത്താ തഹാത്ത വറഖുഹു, അതിന്റെ ഇലകൾ വീഴുന്നത് വരെ. ഫഖാല, എന്നിട്ട് ചോദിച്ചു, യാ സൽമാൻ അലാ തസ്അലുനി ലിമ അഫ്അലു ഹാദാ, സൽമാനെ നീ ചോദിക്കുന്നില്ലേ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഖുൽതു വലിമ തഫ്അലുഹു, അപ്പോൾ സൽമാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് റസൂലേ നിങ്ങൾ അങ്ങനെ ചെയ്തത്? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മുസ്ലിമ ഇദാ തവദ്ദഅ ഫഅഹ്സനൽ വുദൂഅ, ഒരു മുസ്ലിം ഏറ്റവും നല്ല രീതിയിൽ വുദു എടുക്കുകയും ثم صلى صلوات الخمس, പിന്നെ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കുകയും ചെയ്താൽ തഹാത്തത് ഖതായാഹു കമാ തഹാത്ത ഹാദൽ വറഖ്, അവന്റെ പാപങ്ങൾ ഈ ഇല പൊഴിയുന്നത് പോലെ അവനിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, അഖിമിസ് സ്വലാത്ത തറഫൈ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാകിരീൻ, പ്രഭാതത്തിലും അതുപോലെ തന്നെ രാത്രിയുമുള്ള നിസ്കാരം കൃത്യമായി നിർവഹിക്കുക, തീർച്ചയായും നന്മകൾ തിന്മകളെ ഇല്ലാതാക്കുന്നതാണ്, മായ്ച്ചു കളയുന്നതാണ്, അത് ചിന്തിക്കുന്നവർക്ക് അതൊരു ഉത്ബോധനമാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഈ ആയത്ത് ഓതുകയുണ്ടായി. അതായത് നിസ്കാരം എന്നുള്ളത് നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള, പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള ഏറ്റവും വലിയ കാരണമാണ്. ഈ ആയത്ത് ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത് എന്നുള്ള ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, ഞാനൊരു സ്ത്രീയുമായിട്ട് സ്പർശിക്കുകയും ചുംബിക്കുകയും എല്ലാം ചെയ്തു, ഞാനിതാ റസൂൽ നിങ്ങളുടെ അടുക്കലുണ്ട്, എന്റെ മേലെ എന്താ വിധിച്ചോളൂ. വ്യഭിചരിച്ചിട്ടില്ല, പക്ഷെ ഈ രീതിയിലുള്ള കാര്യങ്ങളുണ്ടായി ബാഹ്യമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. വീണ്ടും ആ വ്യക്തി അവിടെ തന്നെ നിന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഈ വ്യക്തി തിരിച്ചു പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഞങ്ങളുടെ കൂടെ ജമാഅത്ത് നിസ്കാരത്തിന് ഉണ്ടായിരുന്നോ? അപ്പോൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിക്കൊണ്ട് നന്മകൾ തിന്മകളെ മായ്ച്ചു കളയുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടേണ്ടായത്, വേറൊരു നടപടി എടുക്കാതെ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, ഇത് ഈ വ്യക്തിക്ക് മാത്രമാണോ, എല്ലാവർക്കും ഉള്ളതാണോ? പറഞ്ഞു, എല്ലാ മുസ്ലിമീങ്ങൾക്കും പൊതുവായിട്ടുള്ള കാര്യമാണ്, അവർ നന്മകൾ ചെയ്യുമ്പോൾ അവരുടെ പാപങ്ങൾ മായ്ച്ചു കളയുമെന്നുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് നിസ്കാരം, 5 വഖ്ത് നിർബന്ധ നിസ്കാരം, അത് ജമാഅത്തായി നിർവഹിക്കുക എന്നുള്ളത് പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള കാരണമാണ്. وعن عثمان رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم عند انصرافنا من صلاتنا وراه قال العصر فقال, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം പിന്തിരിച്ച് നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ അദ്രി ഉഹദ്ദിസുകും ഔ അസ്കുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് പറയണോ അതോ മിണ്ടാതിരിക്കണോ എന്ന് എനിക്കറിയില്ല, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണോ അതോ മിണ്ടാതിരിക്കണമോ എന്ന് എനിക്കറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖാല, അപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, ഫഖുൽനാ യാ റസൂലല്ലാഹ് ഇൻ കാന ഖൈറൻ ഫഹദ്ദിസ്നാ, സ്വഹാബികൾ അപ്പോൾ പറഞ്ഞു, റസൂലേ ഖൈറായ വല്ല കാര്യമാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയണം.
വൈൻ കാന ഗൈറ ദാലിക്, ഇനി അതല്ലാത്ത എന്തെങ്കിലും ആണെങ്കിൽ ഫല്ലാഹു വറസൂലു ആലം, അള്ളാഹുനും റസൂലിനാണ് ഏറ്റവും നന്നായി അറിയുന്നവൻ. സഹാബികളുടെ ഒരു അദബാണത്. സഹാബികൾക്ക് വേണമെങ്കിൽ നല്ലതാണെങ്കിൽ പറഞ്ഞാൽ, നല്ലതല്ലെങ്കിൽ പറയണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹാബികൾ പറഞ്ഞ രീതി നോക്കൂ, നല്ലതാണെങ്കിൽ റസൂലെ, ഹൈറാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണം, ഇനി അല്ലാത്ത വല്ലതുമാണെങ്കിൽ അള്ളാഹും റസൂലുമാണ് ഏറ്റവും നന്നായിട്ട് അറിയുന്നവൻ, നിങ്ങളുടെ ഇഷ്ടമാണത് എന്ന് നിലയ്ക്കും. قال അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യതതഹറു, ഒരു മുസ്ലിമും ഇല്ല നല്ല രീതിയിൽ വുളു എടുക്കുകയാണ്, ഫയുതിമ്മ തഹാറത്തല്ലതി കതബല്ലാഹു അലൈഹി, അള്ളാഹു പഠിപ്പിച്ചതുപോലെ ഏറ്റവും നല്ല രീതിയിൽ ആ വുളു പൂർത്തിയായി എടുക്കുകയാണ്, ഫയുസല്ലി ഹാദിഹി സ്വലവാത്തുൽ ഖംസ്, ഈ 5 വഖ്ത് നിസ്കാരം നിർവഹിക്കുകയാണ്, ഇല്ലാ കാനത് കഫാറാത്തുൽ ലിമാ ബൈനഹുമാ, അങ്ങനെ അവർ നിർവഹിച്ചാൽ ആ നിസ്കാരങ്ങൾക്കിടയിലുള്ളതെല്ലാം, ആ നിസ്കാരങ്ങൾ അതിനിടയിൽ ഉണ്ടാകുന്ന പാപങ്ങൾക്ക്, ചെറുപാപങ്ങൾക്കെല്ലാം പ്രായശ്ചിത്തമായി മാറുന്നതാണ്. മറ്റൊരു റിവായത്തിൽ ലാ യതവദ്ദഉ റജുലുൻ ഫയുഹ്സിനു വുദൂഅഹു ثم يصلي الصلاة إلا غفر له ما بينهما وبين الصلاة التي تليها. ഇതേ ആശയം തന്നെ, ഒരു ആൾ വുദു എടുക്കുകയും നിസ്കരിക്കുകയും ചെയ്താൽ അതിനിടയിലുള്ള പുറത്തു കിട്ടും. പിന്നെ വേറെ റിവായത്തിൽ ഫസല്ലാഹ മഅന്നാസ് ഔ മഅൽ ജമാഅത്തി ഔ ഫിൽ മസ്ജിദ് എന്നും കാണാം, ജമാഅത്തായി നിർവഹിച്ചാൽ എന്നും കാണാം. ഇതേ ആശയത്തിൽ തന്നെ വേറെ ഹദീസുണ്ട്, വൻപാപങ്ങൾ ഒഴിവാക്കിയാൽ എന്നുള്ള നിലക്കുള്ള ഇതേ അർത്ഥത്തിൽ തന്നെ വരുന്ന വേറെയും റിവായത്തുകൾ വന്നിട്ടുണ്ട്. وعن أبي أيوب رضي الله عنه أن النبي صلى الله عليه وسلم كان يقول إن كل صلاة تحط ما بين يديها من خطيئة, എല്ലാ നിസ്കാരവും അതിനിടയിലുള്ള പാപങ്ങളെ ഒഴിവാക്കുന്നതാണ്, മായ്ച്ചു കളയുന്നതാണ്. وعن الحارث مولى عثمان رضي الله عنه قال, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മൗലയായിരുന്ന ഹാരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ജലസ ഉസ്മാനു റളിയല്ലാഹു അൻഹു യൗമൻ, ഒരിക്കൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരിക്കുകയാണ്, വജലസ്നാ മഅഹു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്, ഫജാ അൽ മുഅദ്ദിനു, മുഅദ്ദിൻ വരികയും വന്നു, ഫദആ ബിമാഇൻ, നിസ്കാരത്തിന് സമയമായി, ഫദആ ബിമാഇൻ ഫി ഇനാഇൻ, അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളം ആവശ്യപ്പെട്ടു, അളുന്നഹു യകൂനു ഫീഹി മുദ്ദുൻ, അതൊരു മുദ്ദോളം ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു, ഫതവദ്ദഅ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുദു എടുത്തു, ثم قال, എന്നിട്ട് പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവദ്ദഅ വുദൂഇ ഹാദാ, ഞാൻ ഈ വുദു എടുത്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുത്തത് ഞാൻ കണ്ടു, ثم قال, എന്നിട്ട് പറഞ്ഞു, മൻ തവദ്ദഅ വുദൂഇ ഹാദാ, ഞാൻ ഈ വുദു എടുത്തതുപോലെ ആരാണോ വുദു എടുക്കുന്നത്, ثم قام يصلي صلاة الظهر, എന്നിട്ട് ആരാണോ ദുഹർ നിസ്കരിക്കുന്നത്, ഗുഫിറ ലഹു മാ കാന ബൈനഹു വബൈന الصبح, അവന്റെ സുബഹി നിസ്കാരത്തിന്റെയും മുഹറിന്റെയും ഇടയിലുള്ള ചെറുപാവങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ثم صلى العصر, പിന്നെ അസ്ർ നിസ്കരിക്കുമ്പോൾ ഗുഫിറ ലഹു കാന ബൈനഹുമാ വബൈന الظهر, അവന്റെ ദുഹറിന്റെയും അസ്റിന്റെയും ഇടയിലുള്ളത് പൊറുക്കപ്പെടുന്നതാണ്. ثم صلى المغرب غفر له ما كان بينه وبين العصر, അവൻ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ അസ്റിന്റെയും മഗ്രിബിന്റെ ഇടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ثم صلى العشاء, പിന്നെ ഇശാ നിസ്കരിക്കുമ്പോൾ غفر له ما كان بينها وبين المغرب, അവന്റെ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിലുള്ള പൊറുക്കപ്പെടുന്നതാണ്. ثم لعله يبيت يتمرغ ليلته, പിന്നെ അവൻ രാത്രി ഉറങ്ങുമ്പോൾ, ചിലപ്പോൾ ചിലർ പാപങ്ങൾ ചെയ്യുന്നവരാകാം, അതല്ലാത്തവരുമാകാം. ثم إن قام فتوضأ فصلى الصبح, അങ്ങനെ അവൻ രാവിലെ സുബ്ഹിന് വേണ്ടി വുദു എടുത്ത് നിസ്കരിക്കുമ്പോൾ غفر له ما بينها وبين صلاة العشاء, ഇശാഇന്റെയും ഫജ്റിന്റെയും ഇടയിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പൊറുക്കപ്പെടാനുള്ളതാണ്. വഹുന്ന അൽ ഹസനാത്തു യുദ്ഹിബുന സയ്യിആത്ത്, അപ്പൊ ഈ 5 നിസ്കാരങ്ങൾ അത് പാപങ്ങളെ മായ്ച്ചു കളയുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു. ഖാലു, അപ്പൊ സഹാബികൾ ചോദിച്ചു, ഹാദിഹിൽ ഹസനാത്ത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവോട്, ഇത് ഹസനാത്താണ്, നിസ്കാരം നന്മയാണ്. വഫമൽ ബാഖിയാത്തു സ്സാലിഹാത്ത് യാ ഉസ്മാൻ, എന്നാൽ ഖുർആനിലും ഹദീസിലും എല്ലാം വന്നിട്ടുള്ള ബാഖിയാത്തു സ്സാലിഹാത്ത്, നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഉസ്മാൻ എന്ന് ചോദിച്ചു. ഖാല ഹിയ, അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വസുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഈ കലിമത്തുകളാണ് അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു. അതായത് പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള നല്ലൊരു മാർഗം നിസ്കാരമാണ്. അതുപോലെ തന്നെ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾ അൽ ബാഖിയാത്തു സ്സാലിഹാത്ത് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ചില റിവായത്തുകളിൽ അൽഹംദുലില്ലാഹ്, ഇങ്ങനെയുള്ള ദിക്റുകളാണ് എന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നിസ്കാരം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും
വീഴ്ച വരുത്താൻ പാടില്ലാത്ത കാര്യമാണ്. അത് വളരെ നിർബന്ധമാണ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള പ്രധാനപ്പെട്ട കാരണവുമാണ്. ബറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.